പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ഇൻഫോക്കസിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നിയമപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം ഇന്നത്തെ അധ്യായത്തിൽ. നമ്മോടൊപ്പം ചേരുന്നത് ലീഗൽ അഡ്വൈസർ ആൻ്റണി വിൻസെൻ്റ് ആണ്. ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാതെ അദ്ദേഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. അത് എത്ര തന്നെ അനുഭവിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും ഈ ചെയ്തവർ തന്നെ അല്ലെങ്കിൽ ചെന്ന് പെട്ടവർ തന്നെ വീണ്ടും അപകടത്തിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്നിട്ട് സാധാരണഗതിയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരാണെങ്കിൽ റെൻ്റ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെക്ക് കേസ്, അത് ഇപ്പോഴും എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് അതിന് യാതൊരു ഗൗരവവും ഇല്ലാത്ത പോലെ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി താങ്കളുടെ മുന്നിലെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രവാസികളുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം ആപ്സ് ഉപയോഗിച്ചിട്ട് ലോണിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതുമാതിരി ആപ്സ് ഉപയോഗിച്ചിട്ട് മണി ട്രാൻസ്ഫർ പിന്നെ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ, പിന്നെ ഇത്തരം സാഹചര്യത്തിൽ ഈ ആപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആപ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് നല്ലൊരു പൈസ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഹിഡൻ അജണ്ടയുണ്ട് അവർക്ക്. അപ്പോൾ ഈ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊബൈലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അത് എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ഒരു 8,000 dirhams പോയിന്ന് പറഞ്ഞു. അവൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിൽ നിന്ന് ഒരാൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്താണ്. അതായത് ഡൂൻ്റെ അതെ. പക്ഷേ ഈ ഡൂൻ്റെ ആപ്പ് അതൊരു ഫേക്ക് ആപ്പായിരുന്നു. അതിൽ കൂടെ അവർ ഇവൻ്റെ ഇമെയിൽ ആക്സസ് ചെയ്തു, ഇവൻ്റെ ആ OTP മുഖേന, പിന്നെ അതിൽ നിന്ന് ഇവൻ്റെ കാർഡിലുള്ള പൈസ കംപ്ലീറ്റ് ആകാൻ വലിച്ചു. അതുമാതിരി തന്നെ ഞാൻ കേട്ടു ഈ നെറ്റ് ഷെയർ ചെയ്യുക, ചെറിയ പൈസയ്ക്ക് നെറ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ഇത് മുഴുവനും നമ്മുടെ ഇൻഫോർമേഷൻ എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക ഒന്ന്. പിന്നെ ഇത്തരം ക്രൈംസ് ചെയ്യുന്നത് UAE ഗവൺമെൻറ്റിന് ഒരു ലിമിറ്റ്സ് ഉണ്ട് അവരെ കിട്ടാനായിട്ട്. കാരണം ഇതെല്ലാം നടക്കുന്നത് പുറത്തുനിന്നാണ്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് ബിസിനസ്സാണ് അവർ കോൾ സെൻറ്റർമാർ. അപ്പോൾ നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇപ്പോൾ നമുക്കറിയാം ബാങ്ക്സും പോലീസും എല്ലാം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ OTP ചോദിക്കില്ല, അതാണ് ഇതാണ്. പക്ഷേ ചില ടൈംസിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ATMൽ കാർഡ് കുടുങ്ങിയ സമയം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയം, അല്ലെങ്കിൽ കോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ അതേ ഇത് വെച്ചുകൊണ്ടാണ് നമ്മളെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മിനിറ്റ് നമ്മുടെ മൈൻഡ് ചിലപ്പോൾ തെറ്റായ ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതാരെങ്കിലുമായിട്ടൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം അതുമാതിരി തന്നെ ലൊക്കേഷൻ ചോദിച്ചിട്ട് വരും, കൊറിയർ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് വരും. ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഇടപാടിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു നിയമപരമായിട്ട് നമുക്കിത് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കാരണം ഇതെല്ലാം നടക്കുന്നത് UAEക്ക് പുറത്താണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് ഇതൊക്കെ കേസ് എടുക്കാം. എന്നിട്ട് അവർക്ക് അൺലെസ് ആൻഡ് അണ്ടിൽ ആൾക്കാരെ പിടിക്കാതെ ഇവർക്ക് കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അതിനൊരു ആക്ഷൻ എടുക്കാനോ സാധിക്കില്ല. പക്ഷേ ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ട് പബ്ലിക്കിന് അവയർനെസ് അവർ കൊടുക്കുന്നുണ്ട്. ഇത്രേ അവരെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ചെക്കിൻ്റെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചത്, ചെക്ക് ഇപ്പോൾ വളരെ പഴയ മാതിരിയല്ല, വളരെ സോളിഡായിട്ടുള്ള ഒരു എവിഡൻസ് ഡോക്യുമെൻ്റാണ് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെന്നുള്ള പ്രൂഫായിട്ട്. അപ്പോൾ അത് തീർച്ചയായും ചില വ്യക്തികൾ അറിവില്ലാതെ ചില ഇൻഫ്ലുവൻസൊക്കെ ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഓപ്പൺ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ഫൈൻ വന്ന് അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് അപ്പോഴേക്കപ്പം അവർ എസ്കേപ്പ് ചെയ്യും കൺട്രിയിൽ നിന്ന്. അപ്പോൾ അതിന് പകരം നമ്മളിത് കോർട്ട് ത്രൂ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു അമരത എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം ഈ ചെക്ക് ഉള്ളിടത്തോളം കാലം പിന്നെ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് വേണ്ട അവർക്ക് ഫസ്റ്റ് കോർട്ടിന് ഒരു ജഡ്ജ്മെൻറ്റ് തരാൻ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാവൽ ബാനും ഒരു ജഡ്ജ്മെൻറ്റും അവർക്ക് കിട്ടും. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് 2 തവണ കോർട്ട് ഫീ വരുന്നുണ്ട്. ഒന്ന് നമ്മളെ ചെക്ക് വാലിഡേഷൻ ചെയ്യാനും അതിനുശേഷം
കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു നോർമൽ സിവിൽ കേസ് കോർട്ട് ഫീസും വരും. ഓക്കെ ഓക്കെ. അപ്പോൾ അത് നമുക്ക് കോർട്ട് ഫീസ് സാധാരണ ജഡ്ജ്മെൻറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കെയർഫുള്ളായിരിക്കണം. പൈസ കൊടുക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. കാലാകാലം പൈസ കൊടുത്ത് തീരുന്നവരെ ഇവിടെ കിടക്കണം. പഴയമാതിരി ഫൈൻ അടയ്ക്കും. ഇപ്പോഴും ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഫൈൻ അടച്ചാൽ പോരെ. പിന്നെ ചില കേസുകൾ മുന്നേ 3-4 വർഷങ്ങൾക്ക് മുന്നേ ഫൈൻ അടച്ചിട്ടുണ്ടാവും. അത് നോർമൽ സിവിൽ കേസായിട്ട് അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതും കൂടി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മളും പലപ്പോഴും ചെന്നപ്പെടാറുണ്ട്. ലീഗൽ അഡ്വൈസർ ആന്റണി മിനിസൺ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഒരു നമ്പർ സൂചിപ്പിക്കാം. ഈ പരിപാടി കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. 056-2225-242 എന്ന നമ്പറിൽ വിളിക്കുക. 056-222-5242 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി ലഭിക്കുന്നതായിരിക്കും. ഈ പരിപാടി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞെങ്കിലും വിളിച്ചാൽ അദ്ദേഹം കുറച്ചൊന്ന് ഫ്രീ ആവും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. കാരണം ചെറിയ പ്രശ്നമാണെന്ന് തോന്നി നമ്മൾ മാറ്റി നിർത്തുന്ന ഒരുപാട് വലിയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു നിയമ സഹായം തേടേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം സ്റ്റുഡിയോയിലുണ്ട്. 045777947 എന്ന നമ്പർ വിളിച്ചാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ നമുക്ക് ആദ്യ ശ്രോതാവിനെ വിളിക്കാം. നമസ്കാരം, ആരാണ്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ. നമസ്കാരം, ആരാണ്? ഞാൻ ഉസ്മാനാണ്. ഉസ്മാനെ ചോദിച്ചോളൂ, എന്താണ് താങ്കളുടെ വിഷയം? സാർ, എനിക്കൊരു സംശയം. ഞാനിപ്പോ പുതിയൊരു ഇൻഷുറൻസ് ഉണ്ടല്ലോ. ലേബർ ഇൻഷുറൻസാ? അതെ, നമ്മള് ജോലി നഷ്ടപ്പെട്ടാല് അത് ഞാൻ ഫാർമറാണ് എന്റെ വിസ. അതിന് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ലേബർ കാർഡ് ഉള്ളവർക്കാണ് അത്. ലേബറിനാണ്, ലേബർ ലോണിന്റെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവന്നുള്ളത്. ഇമിഗ്രേഷൻ വിസ മാത്രമുള്ളവർക്ക് അത് വാലിഡ് അല്ല. ലേബർ കാർഡ് ഉണ്ടോ? ലേബർ കാർഡ് ഇല്ല. അപ്പോൾ ലേബറിൽ നമുക്ക് ജോലി പോയി കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്ത 6 മാസത്തെ വരെ നമുക്ക് സാലറി ക്ലെയിം ചെയ്യാവുന്ന വിധത്തിലാണ് ആ ഇൻഷുറൻസ് കമ്പൽസറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ താങ്കൾ എനിക്കൊന്ന് ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ കൂട്ടത്തിലായിരിക്കും ചിലപ്പോൾ പെടുക. അതുകൊണ്ടായിരിക്കും ലേബർ കാർഡ് ഇല്ലാത്തത് അല്ലേ? ഞാൻ പഴയ ഡ്രൈവറെ വിസയിലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് വിസ മാറി ഇങ്ങനെ വന്നത്. എനിക്ക് ഫാർമർ എന്ന് പറഞ്ഞിട്ട് വിസ വന്നിക്കണേ ഒരു അർബാവിന്റെ പേരിൽ. അതിൽ തന്നെ നമുക്ക് ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് ഇമിഗ്രേഷൻ വിസയ്ക്ക്. അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ലേബർ എന്നുള്ള ആ കൺസെപ്റ്റിൽ അവർ വരുന്നില്ല. ഏതായാലും ഒന്ന് അതിൻ്റെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കൂ. അതിനകത്ത് കാണിക്കുന്ന കാറ്റഗറിയിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഇല്ല, കാണുന്നില്ല. പിന്നെ സംശയം തീർക്കാൻ വേണ്ടി അപ്പം എന്തായാലും തീർച്ചയായും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഡൊമസ്റ്റിക് വർക്കേഴ്സിനാണെങ്കിൽ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചു നന്ദി. അപ്പം ഇത് തൊഴിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. തൊഴിലിൻ്റെ ഒരു പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈകിക്കഴിഞ്ഞാൽ തൊഴിലുടമയ്ക്ക് വലിയ ഫൈന് വരുന്നുള്ള വാർത്ത വന്നിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് വായിക്കാൻ വേണ്ടി പറ്റിയത്, കാരണം തൊഴിലാളികൾക്ക് കൃത്യമായ ഡേറ്റിൽ ശമ്പളം കൊടുക്കുന്നതായി അവർ കാണിക്കും, രേഖ കാണിക്കും. പക്ഷേ അവർ കൊണ്ട് തന്നെ നമ്മുടെ പൈസ പിൻവലിച്ചിട്ട് അവർ വാങ്ങിച്ചു വെക്കുകയും ഇവർക്ക് കിട്ടിയതായിട്ടുള്ള കണക്കുകൾ വരികയും ചെയ്യുന്നു. അതിൽ നമുക്ക് ലേബേഴ്സിന് എന്തെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കാം? നമുക്ക് അറിയാം അപ്പം തന്നെ ഈ മാനേജ്മെന്റ് ഒരു ഫേക്ക് മാനേജ്മെന്റ് ആണെന്ന് മനസ്സിലായ. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ വിസ ഇല്ലാതെ വർക്ക് ചെയ്യുക, വിസിറ്റ് വിസയിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ശമ്പളം കറക്റ്റായിട്ട് തരാത്തോടത്ത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 8 hours പകരം 12 hours വർക്ക് ചെയ്യുക. ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ എത്രയും വേഗം അങ്ങനത്തെ ഒരു സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് നീങ്ങണം. അതുപോലെ തന്നെ അറിവില്ലാത്തൊരു ഭാഗമാണ് എംപ്ലോയീസിനെ അവരുടെ കയ്യിൽ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ബെനിഫിറ്റ്സ് ഒക്കെ തരാമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് മേടിക്കും. അത് സാധാരണ അപ്പോൾ എല്ലാ കമ്പനികളും ചെയ്യുന്നൊരു മെത്തേഡാണ് അത്. എന്നിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ കൊടുക്കില്ല പൈസ. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ പല ആൾക്കാർക്കും അറിവില്ല അത് അവർക്ക് കേസിന് പോവാമെന്നുള്ളത്. അവർക്ക് കേസിന് പോവാം. കാരണം നമ്മുടെ എംപ്ലോയർക്ക് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കൊടുത്തു എന്നുള്ളതിന്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് 1 year ടൈം അവർക്കുണ്ട്. വിതിൻ 1 year ടൈമിനുള്ളിൽ അവർക്ക് കേസ് എംപ്ലോയർക്കെതിരെ ഫയൽ ചെയ്യാം. സാധാരണ അതിന് ക്ലെയിമിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറില്ല. അതും കൂടി അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ ലീഗൽ അഡ്വൈസർ ആൻ്റണി വിൻസെൻ്റ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. 045777 എന്ന നമ്പറിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ശേഷം 05622252242 എന്ന നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ലീഗൽ അഡ്വൈസർ ആൻ്റണി വിൻസെൻ്റ് ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെക്കിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. ചെക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ചെക്ക് കൊടുത്തു. ആ ചെക്ക് കൊടുത്തതിന് ശേഷം അയാൾ നാട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചെക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ല, പക്ഷേ അക്കൗണ്ടിൽ കാശുമില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആർക്കെതിരെ കേസ് എടുക്കും, അല്ലെങ്കിൽ ആർക്കെതിരെ കേസ് കൊടുക്കും? നമ്മളൊരാൾ ഈ ചെക്കിൻ്റെ മാത്രമല്ല, ഏതൊരു സ്ഥാപനം പൂട്ടി പോവാം സിവിൽ കേസിൽ. അപ്പോൾ ആരുമില്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ, കോടതി ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ലീഗൽ നോട്ടീസ് അയക്കാൻ ശ്രമിക്കുന്നു, ആ ആൾ കൈപ്പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കമ്പനിയില്ല, വ്യക്തിയില്ല. അപ്പോൾ അവർ നമുക്കൊരു ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷൻ, ക്രിമിനൽ കേസ് ചെക്കിനൊക്കെ ആണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷനും സിവിൽ കേസിന് തന്നെ കോർട്ട് മാനേജ്മെൻറ്റും അവർ നമുക്കൊരു അഡ്വൈസ് നോട്ട് തരും, അറബിക്കിലും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഈ അനൗൺസ്മെൻറ്റിൻ്റെ കോപ്പി നമ്മൾ ഫയൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ലീഗൽ നോട്ടീസ് 2 പ്രാവശ്യം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് 2 പ്രാവശ്യം കൊടുക്കേണ്ടി വരും. അതിന് ശേഷമാണ് അവരിത് കോർട്ടിലേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ തീർച്ചയായിട്ടും കോർട്ടിൻ്റെ ജഡ്ജിൻ്റെ ഭാഗത്ത് അവർ പബ്ലിഷ് ചെയ്തു, അറിയിക്കേണ്ട ചുമതല അവരുടെ കഴിഞ്ഞു. പിന്നെ കിട്ടുന്ന പിന്നെ ഓഫ് കോഴ്സ് ആളില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടും. ആ ജഡ്ജ്മെൻറ്റ് നമുക്ക് കോൺസുലേറ്റ് മുഖേന IVS പോയി അത് ലീഗൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്കത് ഇന്ത്യയിൽ നമുക്കത് എക്സിക്യൂഷനിലേക്ക് വിടാം. ഇവിടുത്തെ എക്സിക്യൂഷൻ ചിലപ്പോൾ നാട്ടിൽ അത് ചെയ്യുന്ന നല്ല ലോയേഴ്സ് ഉണ്ട്, അല്പം ഇൻഫ്ലുവൻസ് ഉള്ള നല്ല ലോയേഴ്സ് ഉണ്ട്. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ മറ്റോ നാട്ടിലുണ്ടെങ്കിൽ അവരത് അറ്റാച്ച് ചെയ്തോളും. ഇവിടുത്തെ പ്രശ്നത്തെ നമുക്ക് നാട്ടിലെ അതെ, UAE ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ആയിട്ട് ഇപ്പോൾ അത് ഗസറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഭാവിയിൽ ഈ ലോണുകൾക്കൊക്കെ ബാധകമായി വരും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലോൺ എടുത്തൊക്കെ പോയിട്ടുള്ള പലപ്പോഴും അവർക്കത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത കാരണം ചിലപ്പോൾ അവർ ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് സ്വാഭാവികം. നമുക്ക് ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ മാത്രം ഒതുങ്ങുന്നതാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അതിനപ്പുറത്തേക്ക് നാട്ടിലെ നിയമവ്യവസ്ഥയുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ GCC ആയിട്ടും ഇത് ലിങ്ക് ചെയ്യും. ഇപ്പോൾ UAE പോയിട്ടുള്ള കുറേ ആൾക്കാർ ഖത്തറിലും മസ്കറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ വളരെ അടുത്ത് തന്നെ UAE ഗവൺമെൻറ് GCC അവരുടെ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ UAE പുറത്ത് പോയിട്ട് മറ്റു GCC കൺട്രീസിൽ എവിടെയൊക്കെ ജോലി ചെയ്യുന്നതിന് അവർക്കത് ബാധകമാണ്. അതുപോലെ തന്നെ ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എവിടേക്കെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാൻസിറ്റിൽ വരുമ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ദുബായ് ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടുന്ന് അറസ്റ്റ് ചെയ്യപ്പെടാം. കാരണം ഒരുപാട് ഫ്ലൈറ്റ് UAE ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്, US-ലും യൂറോപ്പിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ട്രാൻസിറ്റിൽ വരുമ്പോഴും ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത. ഇപ്പോൾ എനിക്ക് പല കോളുകളും UK എന്നൊക്കെ വരാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് അന്ന് പൈസ ഇല്ലായിരുന്നു, ഇപ്പം ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോളുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെ നമുക്ക് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് നമുക്ക് ആ പേയ്മെന്റ് നടത്തി ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും സേഫ് സൈഡ് നമ്മളത് ക്ലിയർ ചെയ്യുന്നതാണ് ഫ്യൂച്ചറിലേക്കായാലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം താങ്കളെപ്പോലുള്ള ഒരു നിയമ വിദഗ്ധനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ UK-ലോ US-ലോ ഉള്ള ആൾക്കാർക്ക് ഈ ട്രാൻസിറ്റിലേക്ക് നാട്ടിലേക്ക് പോകുന്നത് വിചാരിക്കുക. അപ്പോൾ അവർ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഒരു ബന്ധപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ക്ലിയർ ചെയ്ത് വരാം. അതെ, അതായത് ഇപ്പം നമ്മൾക്കുള്ളൊരു അഡ്വാൻറ്റേജ്, UAE-ലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഓൺലൈനിൽ ലോയറെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇന്ത്യയിൽ ആ ഫെസിലിറ്റി ആയിട്ടില്ല, അത് വളരെ പെട്ടെന്നാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും UAE പുറത്തുള്ള ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തുള്ള ആൾക്കാർക്ക് അവർ കേസിൻ്റെ വിവരങ്ങൾ അറിയാനും കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും അതിനെന്ത് ഫർദറായിട്ട് ചെയ്യണം എന്നുള്ളതിനും അവർക്ക് ലോയറെ അപ്പോയിൻറ്റ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് ആ കേസ് ഫയലുമായിട്ട് നമ്മുടെ പവർ ഓഫ് അറ്റോർണി ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. എന്നിട്ട് അത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള നിരവധി സംശയങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കാണും. ലീഗൽ അഡ്വൈസർ ആൻ്റണി വിൻസെൻ്റാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന വലിയ നിയമ പ്രശ്നങ്ങളുണ്ട്.
അതിൽ നിങ്ങൾക്ക് പരിഹാരം തേടണമെങ്കിൽ വിളിക്കാം 056-222-5242 എന്ന നമ്പറിൽ 0562225242 എന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ശ്രീ ആൻ്റണി വിൻസെൻ്റ് നിങ്ങൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകുന്നതായിരിക്കും. ഏതൊക്കെ നിയമവശങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള സംശയം നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും വിളിക്കാവുന്നതാണ്. ഈ പരിപാടി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ഫ്രീ ആവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർഗ്ഗനിർദ്ദേശം ശരിക്കും എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് തന്നെയായിരിക്കും. ആൻ്റണി വിൻസെൻ്റ് നമ്മോടൊപ്പം ഉണ്ട് സ്റ്റുഡിയോയിൽ. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു, പെട്ടെന്ന് തിരിച്ചെത്താം.